രഹസ്യമായും പരസ്യമായും മുഹമ്മദ് മുസ്തഫ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ 3 കാര്യത്തിന് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടോ, പറഞ്ഞത് തന്നെ സലാത്തുൻ മുൻജിയാത്തുൻ. ഏത് കാര്യത്തിലും നിന്നെ രക്ഷപ്പെടുത്താൻ 3 കാര്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് 3 കാര്യം? ഒന്നാമത്തെ കാര്യം തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും പടച്ചതമ്പുരാനെ പേടിക്കുക. എന്താ പേര്? മുൻജിയാത്ത്, രക്ഷപ്പെടുത്തും. ഏത് പേടിയിലും നിന്നെ രക്ഷപ്പെടുത്തും. എത്ര കാര്യം? 3 കാര്യം. ഒന്ന് തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും പടച്ചതമ്പുരാനെ പേടിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ വഖൗലുൽ ഹഖി ഫിൽ റിളാ വൽ ഗളബി, രണ്ടാമത്തെ കാര്യം ഖൗലുൽ ഹഖ് ഫിൽ റിളാ വൽ ഗളബി. ഒരു മനുഷ്യനോട് ഇഷ്ടമുണ്ടെങ്കിലും കോപമുണ്ടെങ്കിലും അവനെ പറ്റി നേര് മാത്രം പറയുക. അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് മുഹമ്മദ് മുസ്തഫ. നിനക്ക് ദേഷ്യാണ്, എന്നോട് അറിയരുത്. നിനക്ക് തൃപ്പതിയാണ്, ഏറെ പറയരുത്. ഖൗലുൽ ഹഖ്. അത് നരേന്ദ്രമോദിയെ പറ്റിയാണെങ്കിൽ നേര് പറയണം. പിണറായി വിജയനെ പറ്റിയാണെങ്കിൽ നേര് പറയണം. ഒരു മുസ്ലിമായ മനുഷ്യൻ നുണ പറയാൻ പാടില്ല. ഖൗലുൽ ഹഖ്. എന്ത് പറയാ? പറയും. 3 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, പടച്ചോൻ രക്ഷപ്പെടുത്തും. മനസ്സിലായില്ലേ? ഏതാ 3 കാര്യം? ഒന്ന് പറയും. ഒന്ന്, രഹസ്യമായും പരസ്യമായും എല്ലാ മനുഷ്യരും അള്ളാനെ പേടിച്ച് ജീവിച്ചാൽ അള്ളാഹ് രക്ഷപ്പെടുത്തി തരും. രക്ഷപ്പെടുത്തും പെടുത്തും പറഞ്ഞാൽ പോരാ, അതിനുള്ള നിയമമുണ്ട്. 3 കാര്യം ഉണ്ടെങ്കിൽ പടച്ചോൻ രക്ഷപ്പെടുത്തി തരും. ഏത്? ഒന്ന്, എല്ലാ മനുഷ്യരും രഹസ്യമായും പരസ്യമായും ആരെ സൂക്ഷിക്കുക? അള്ളാനെ സൂക്ഷിക്കുക. അതിന് തയ്യാറില്ല. നേരം വൈകുന്നേരമായ പെണ്ണുങ്ങളെ റോട്ടുമ്മ കൂടെ ഇറക്കി. എന്റെ സാഹചര്യം ഇപ്പൊ കേരളത്തിലില്ല. ഭരണകക്ഷിയും പ്രതിപക്ഷം എന്തിന്റെ പേരിലായാലും, എന്തിന്റെ പേര്, അതൊന്നും ഇപ്പൊ ആറ്റിക്കുറുക്കേണ്ട നേരല്ല. എന്തിന്റെ പേരിലായാലും അത് ആറ്റിക്കുറുക്കുന്നതിൽ ഖൈറില്ല എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ നേരല്ല. എന്തിന്റെ പേരിലായാലും ഭരണകക്ഷി പ്രതിപക്ഷം കേരളം ഉണ്ടായിട്ട് ഇന്ന് വരെ യോജിച്ച ഒരൊറ്റ വിഷയത്ത് മാത്രമാണ്. ഇത് അങ്ങനെ തന്നെയല്ലേ? പിന്നെ ചിഹ്ന വിചാരമാണ്. എന്നിട്ട് നടന്നില്ലെങ്കിലും നടന്നോട്ടെ, അതിന്റെ അവസാനം ഖൈറുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തിന് പേടിക്കണത്തിന്? ഹിന്ദുവായ ഒരു രാജാവും ഹൈദർ അലിയുടെ പടയും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ഹൈദർ അലിയുടെ പട്ടാളം ജയിച്ച് ഹൈന്ദവനായ രാജാവിന്റെ കൊട്ടാരത്തിലെ കോട്ടയിലേക്ക് പടയെറിച്ചു കയറി. ടിപ്പു വളരെ ദൂരെയായിരുന്നു. ടിപ്പു തന്റെ കുതിര ഓടിച്ച് മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഹൈദർ അലി ബാപ്പായുടെ പടത്തലവൻ ഹിന്ദുവായ രാജാവിന്റെ മകളെ കൈക്ക് കടന്നു പിടിച്ചിരിക്കുന്നു. രാത്രി നേരം. ഇത് നേരിട്ട് ഇങ്ങനെ കാണാണ്. ആര്? ചെറുപ്പക്കാരനായ ടിപ്പു സുൽത്താൻ. അന്ന് ടിപ്പു ഭരണാധികാരിയല്ല. ഭരണാധികാരി ആരാ? ബാപ്പയായ ഹൈദർ അലി. ഓടി വന്നേ, പെട്ടെന്ന് കുതിര ഓടിച്ച് വന്നേ ചെന്ന് നോക്കുമ്പോൾ രാജാവിന്റെ സുന്ദരിയായ മകളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ പറഞ്ഞേ, സൈന്യത്തലവോട് പറഞ്ഞേ, പെണ്ണിന്റെ കൈ വിടണം. പെണ്ണിന്റെ കൈ വിടണം. കൈവിട്ടില്ല. പെണ്ണിന്റെ കൈ വിടണം. കൈവിട്ടില്ല. കയ്യിലുണ്ടായിരുന്ന തോക്കൊണ്ട് അപ്പ ഷൂട്ട് ചെയ്തു. അപ്പ കൊന്നു. ആ സെക്കൻഡിൽ കൊന്നു. ആരെ? പടത്തലവന്. ആര് കൊന്ന്? ടിപ്പു. എന്റെ പാവപ്പെട്ട പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തിന് എതിരാണ്. അവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. എന്തൊക്കെ പഠിക്കണത്? ഇതൊക്കെയല്ലേ ഈ നാട്? ഇതൊക്കെ നശിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ച് നമ്മൾ ബാധ്യതയല്ലേ? ഒരു ഹിന്ദുവായ പെൺകുട്ടി റോട്ടിൽ, ഒരു പെണ്ണ് നാട് റോട്ടിൽ ചിലപ്പോൾ ഒരു വേശ്യാവൃത്തിക്ക് ഇറങ്ങിയതായിരിക്കാം. നട്ടപ്പാതിരക്ക് ഒരു പെണ്ണ് നാട് റോട്ടിൽ നിന്ന് കരയുന്നത് നിങ്ങൾ കണ്ട് നമ്മൾ തലയെക്കെട്ടേര് പോവുകയാണെങ്കിൽ നമുക്കല്ലേ പോകാൻ പാടില്ലല്ലോ. വണ്ടി തിരിച്ചുണ്ട്. ചിലപ്പോൾ അവൾ വേശ്യാവൃത്തി വന്നിരിക്കും. ചിലപ്പോൾ ആ രാത്രി അവൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അവളെ ആരെങ്കിലും ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ആ പെണ്ണിന് വയ്യാക്കി കൊടുക്കണ്ടേ?
കരയുന്ന ജൂതപ്പെണ്ണിന്റെ അരികിലോട് ബിലാൽ വന്നപ്പോൾ ശകാരിച്ചില്ലേ മുഹമ്മദ് മുസ്തഫ, കരയുന്ന പെണ്ണിനെ ഒന്ന് സമാധാനപ്പെണ്ണ, ജൂതപ്പെണ്ണ നോക്കണ്ട, കരയല്ലേ പെണ്ണ്. ഒരു കരയുന്ന പെണ്ണിന്റെ അടുത്തൂടെ നടന്നു പോരാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ബിലാല്? എന്ത് പറ്റിപ്പോയി നിനക്ക് ബിലാല്? പറ്റുന്ന കൽബിന്ന് റഹ്മത്ത് പോയോ? ഒരു സമാധാനം പറഞ്ഞ പെണ്ണിനോട്. ആര് പറഞ്ഞ്? മുഹമ്മദ് മുസ്തഫ. ഏതാ പെണ്ണ്? ജൂതപ്പെണ്ണ്. ഏതാ ജൂതൻ? ഖിയാമത്ത് നാൾ വരെ മുസ്ലിം സമുദായത്തിനെ വേദനിപ്പിച്ച സമൂഹമാണ് ആര്? ജൂതന്മാര്. ഇന്നും ഈ സമുദായം അനുഭവിക്കുന്ന വേദന ആരുടേതാണ്? ജൂതന്മാരുടേത്. മുസ്തഫ നബിക്ക് വിഷം കൊടുത്തതാരാ? ജൂതന്മാര്. അവസാനം മരണകാരണമായ വേദന കാരണം എന്താ? സുമ്മു ഖൈബറ. ആയിഷ സുമ്മു ഖൈബറ. മാർവിടത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്ക മുഹമ്മദ് മുസ്തഫ. അപ്പോഴും പറയാണ് ആയിഷ, ജൂതന്മാര് എനിക്ക് വിഷം തന്നതാണ്. സുമ്മു ഖൈബറ, സുമ്മു ഖൈബറ, സുമ്മു ഖൈബറ, സുമ്മു ഖൈബറ. ആയിഷ, അത് ജൂതന്മാരെ വിഷമാണ് കേട്ടോ. എന്റെ പനി മൂർച്ഛിക്കാനുള്ള കാരണം ഖൈബറിൽ നിന്ന് ജൂതന്മാര് വിഷം തന്നതാണ്. സുമ്മു ഖൈബറ. മുത്ത് റസൂലുള്ളാഹിനെ വിഷം കൊടുത്ത് കൊന്നവരാണ് ആര്? ജൂതന്മാര്. അള്ളാന്റെ ഹബീബിനെതിരെ സിഹ്ർ ചെയ്തവരാണ് ആര്? ജൂതന്മാര്. അപ്പോഴല്ലേ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും നാസും ഇറങ്ങിയത്? ആരാണ് ഹബീബിനെതിരെ സിഹ്ർ ചെയ്തത്? ജൂതന്മാര്. അതേ സമൂഹത്തിന് ജൂതപ്പെണ്ണിന്റെ അടുത്ത് പെണ്ണ് റോട്ട് വന്ന് കരഞ്ഞപ്പോ ഒരു വാർത്താണ് എന്റെ പെണ്ണ്, എന്റെ പ്രശ്നം എന്ന് ചോദിക്കാതെ അതിലെ പോന്നു. ആര്? ദൂരെ നിന്ന് റസൂലുള്ള കണ്ടു. എന്റെ കൽബിനൊക്കെ പറ്റേ റഹ്മത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ പോരാണെങ്കിൽ ഒന്നിരിക്കലേ പോരരുത്. പോരാണെങ്കിൽ ആ പെണ്ണിനോട് സമാധാനം പറയട്ടെ. പെണ്ണല്ലേ, ഒരു സാധുവല്ലേ, എന്ത് വിചാരിച്ച് എന്ന് ശകാരിച്ചു മുഹമ്മദ് മുസ്തഫ. സബഖതനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നീ എന്റെ മുന്നിലാണെന്ന് ഒരിക്കൽ പറഞ്ഞ അതേ ബിലാലിനോട് തന്നെ. മനസ്സിലായില്ല? നിന്റെ ചെരുപ്പിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് ഇന്നലെ രാത്രി. അത്ര നീ സ്വർഗത്തിൽ എന്റെ മുന്നിലായിരുന്നല്ലോ. ഇന്നലെ രാത്രി സ്വർഗത്തിൽ നീ എന്റെ മുന്നിലായിരുന്നു എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് എന്തും പറഞ്ഞു. നിന്റെ റഹ്മത്ത് കൽബെന്ന് പറ്റേക്ക് റഹ്മത്ത് തിരിച്ചപ്പോ പറ്റ തിരിച്ചു പോകുകയാണോ ഇസ്ലാം എന്ന് ചോദിച്ചു അതേ ബിലാലിനോട്. എന്റെ ഒരു ജൂതപ്പെണ്ണിനോട് നല്ലൊരു വാക്ക് പറയാത്തോണ്ട്. ഇതൊക്കെ മാന്യം മര്യാദയിലെ മനുഷ്യന്മാര്. ഇതൊക്കെ ഇവിടെ ആരും ഒഴിവാക്കണം. ചിന്തിക്കണം. നിയമങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. ഇതൊക്കെ തിന്നവനാരാ? അല്ലാഹുവല്ലാതാരാ? അല്ലാഹുവല്ലാതാരാ? എന്താ പറയുന്നത്? പ്രശ്നങ്ങളില്ലേ? പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട പണിയെടുക്കുന്നു. ബാക്കി അല്ലാഹു നിർവഹിക്കും. നമുക്ക് കാട്ടലല്ലേ പണിയുള്ളൂ, ചെയ്യൽ അമ്മനോടിയല്ലേ. നബിയെ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല, അവൾ അല്ലാഹുവാണ് എറിഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കേ. അതുകൊണ്ട് മുസ്ലിംമാർക്ക് ബോധമില്ല. നിങ്ങൾ അരമനയിൽ ഇരിക്കുകയാണെന്നൊന്നും പറയരുത്. അങ്ങനെ പറയുന്നവരൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ മറുപടി പറയാത്തത് എന്താണ്? അതിൻ്റെ ഒന്നും സമയമല്ല. നിങ്ങളെപ്പോലെ തന്നെ നമ്മളുള്ളത്. എല്ലാവർക്കും ഒരവസ്ഥ തന്നെയുള്ളത്. പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങിയാൽ മതി. പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ ജനാധിപത്യ സമരങ്ങൾ തുടർത്തിക്കൊണ്ടുപോവുക. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട്. ബാക്കി ലാഹ് നടത്തും. സമരം നിലനിൽക്കുന്ന വേണം. സമരം ഇതിന്റെ അവസാന ഘട്ടം വരെ നിലനിൽക്കണം. അല്ലാഹു തആല ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരട്ടെ. എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യത്ത് കരാള നിയമങ്ങൾ മാറ്റാനുള്ള ഏറ്റവും വലിയ മാർഗം സമരങ്ങൾ തന്നെയാണ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? അതായത് തന്നെ പോകണം. രണ്ടു നേരം തിന്നാനുള്ള മാർഗം കൈകൂട്ടിളക്കൽ തന്നെയാവും എന്നതുപോലെ. തിന്നാനുള്ള എന്ന് പറഞ്ഞിരിക്കില്ല, നമ്മൾ ഉത്തരവാദിത്തം കൈകൂട്ടിളക്കണം, എന്നാൽ തിന്നാൻ കിട്ടും എന്നതുപോലെ സമരങ്ങൾ നമ്മൾ ചെയ്യേണ്ട പണി അത് നമ്മൾ ചെയ്യുന്നു. സുപ്രീം കോടതി കേസ് കൊടുത്തു. പിന്നെയോ അവിടെ നിയമങ്ങൾ പാലിക്കണം. പറഞ്ഞില്ലേ നേര് പറയണം. അത് നരേന്ദ്രമോദിയെ പോലെ പറ്റിയാണെങ്കിലും നേര് പറയണം. നുണ പറയരുത്.
ശത്രുവാണെങ്കിലും എന്നോട് നിനക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിലും നിനക്ക് ദേഷ്യമുള്ള ആളാണെങ്കിലും അയാളെ പറ്റി നീ എന്ത് പറയണം? നേരെ ഹക്ക് പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാക്കി അല്ലാഹ് നടത്തി തരും. അപ്പൊ രണ്ട് കാര്യമായി. പിന്നെ പിന്നെ 10 റുപ്യ കാണുമ്പോഴത്തിന് അടിച്ചു പൊളിക്കരുത്, അള്ളാന്റെ സഹായം നഷ്ടപ്പെടും. അള്ളാഹു കാക്കട്ടെ. അതാണ് മൂന്നാമത്തെ കാര്യം. മനസ്സിലായില്ല? 3 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ആര് രക്ഷപ്പെടുത്തും? അള്ളാഹു. മനസ്സിലായില്ലേ? ഒന്ന് പറ. തഖ്വല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാം. രണ്ട് ഖൗലുൽ ഹഖ് ഫിൽ വൽ ഗളബി, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എതിരാളിയെ പറ്റി പോലും എന്ത് പറയണം? നേര് പറയണം. പിന്നെ അൽ ഖസ്തു ഫിൽ ഗിനാ വൽ ഫഖരി, 10 റുപ്യ കാണുമ്പോഴത്തിന് അടിച്ചു പൊളിക്കരുത്, മാന്യമായി ജീവിക്കുക. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നഷ്ടപ്പെട്ടു പോയി. ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം. ഡാൻസ് ഇല്ലാത്ത കല്യാണങ്ങളില്ല, കളിയില്ലാത്ത ഡാൻസ് ഇല്ലാത്ത കല്യാണങ്ങളില്ല. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായി. ഏതൊരു സമുദായത്തിന്റെ കല്യാണത്തിലും മാന്യതയുണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും വലിയ മാന്യത പഠിപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യന്റെ അനുയായികളായ നമ്മളെ അവസ്ഥ എന്താ? സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ നിയോഗിക്കപ്പെട്ടുവെന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമുദായത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്താ? ചിന്തിക്കണം. ഒപ്പനപ്പാട്ടും കല്യാണങ്ങളും കള്ളും തോന്നിയാസവും ഇതൊന്നും ആർക്കുമെന്നും മടിയില്ല. പറഞ്ഞാൽ പണ്ഡിതന്മാരോട് ദേഷ്യം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നാട്ടിലെ എനിക്കറിയുന്ന ഇവിടെ പരിസരത്തുള്ളൊരു മഹല്ലിലെ പ്രധാനികളായ ആളുകളിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചപ്പോൾ പറയൽ അത്യാവശ്യ നിലക്ക് ആ മനുഷ്യനത് പറഞ്ഞ് പള്ളിയിലെ ഖത്തീബ് പറയണ്ടേ? പല സന്ദർഭത്തിലും സാധുക്കളിൽ നിന്ന് സംഭവിക്കുമ്പോൾ പറയാറുണ്ട്, കമ്മിറ്റിക്കാർ പറയിപ്പിക്കാറും ഇയാൾ പറയാറുണ്ട്. ഇതേ തെറ്റ് കമ്മിറ്റിയിലെ മൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചപ്പോൾ പിറ്റേ വെള്ളിയാഴ്ച അത് മൂല്യര് പറഞ്ഞ്. എന്നാൽ ഈ കഴിഞ്ഞ 1-2 വെള്ളിയാഴ്ചകൾ ആ മഹല്ലിൽ ഖുത്ബ ഓതുന്നത് ആ മൂല്യരല്ല. മൂല്യരെവിടെ? സാധുക്കൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ പറയും, മുതലാൾമാരെ പറ്റി പറഞ്ഞാൽ മൂല്യരെ പിരിച്ചു വിടും. എന്നെപ്പോലത്തെ നന്നാക്കാനാണ് അള്ളാഹു നരേന്ദ്രമോദിനെ ഉണ്ടാക്കിയത്. അങ്ങനെയാണല്ലോ ഒരുത്തൻ. അങ്ങനെ ഇടയ്ക്ക് ഒരാളുണ്ടാവണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിക്ക് വെട്ടുകൊണ്ടു ഒരഭിപ്രായം എന്നൊരു വിളംബരമുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ഖുതില മുഹമ്മദ് കൊല ചെയ്യപ്പെട്ടു എന്നും വിളംബരമുണ്ടായി. ഇപ്പോൾ മദീനയിലെ പെണ്ണുങ്ങൾ ഓടി വന്നു. കാരണം അതൊരു ഘട്ടമാണ്. അതാണ് ഘട്ടം. ആ ഘട്ടത്തിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ പിന്നെ ഫത്വയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവന് നോട്ടല്ല. ഇത് നോട്ടല്ല. ചിന്തിക്ക്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്ത് ഫത്വയുള്ളത്? എന്ത് ഫത്വയാ? സന്നിഗ്ധ ഘട്ടം. വീട്ടിലുള്ള കുട്ടിയെ കിണറ്റിൻകരയിൽ ഉമ്മയും മോനും കൂടി, ചെറിയ കുഞ്ഞു മോനും ഉമ്മയും കൂടെ കിണറ്റിൻ്റെ പടവിൽ നിന്ന് മെല്ലെ വെള്ളം മുക്കാണ് മയ്യരട്ടിൽ. ഈ പെണ്ണിനെ ആരും കണ്ടിട്ടില്ല. പെണ്ണ് ഭയങ്കരം നിക്കാബൊക്കെ ധരിച്ച് നല്ല പർദ്ദ ധരിച്ച് നടക്കുന്ന പെണ്ണുമാണ്. പെട്ടെന്ന് കാല് തെറ്റി കുട്ടി കിണറ്റിനടിക്ക് വീണ്. അപ്പൊ പിന്നെ പെണ്ണിന് നിർവാഹമൊന്നുമില്ല. പെണ്ണിന്റെ മുഖക്കാലം അവരോട് കണ്ടിട്ടില്ല. പെണ്ണ് വിളിച്ചാർത്ത് കൂട്ടരെ തൊട്ടപ്പുറത്ത് കാരം സലിക്കുന്ന ഗുണ്ടന്മാരുണ്ട് അപ്പുറത്തെ പീടിയില്. അപ്പോൾ പർദ്ദ നേരല്ല, പാഞ്ഞെന്നെ ദാ കുട്ടികളെ, എന്റെ കുട്ടി എന്ത് ചാടിയാലോ. ഈ കുണ്ടന്മാര് പെണ്ണിനെ മൊത്തക്കിയാൽ ബേജാറാവും. ഇത് ആരെ പെണ്ണുങ്ങളാന്ന് തന്നെ അറിയില്ല. എന്തുകൊണ്ട്? ഇങ്ങനത്തെ പെണ്ണിനെക്കാലം വരെ അവര് കണ്ടിട്ടില്ല. നേരെ പുറത്തെ പെണ്ണിനെ മരുവളാണ്, പക്ഷെ നിക്കാബൊക്കെ ഇട്ട് നടക്കുന്ന പെണ്ണാണ്. ഇവിടെ ഒക്കെ നിക്കാബ് നിയമല്ല. കാരണം അവിടെ മൂടക്കുപ്പായിടാൻ നിന്നാൽ
പറയാൻ ഞാൻ പിറ്റേന്നോള് അങ്ങനെ പോയി. അതിന്റെ വർത്താനാ മുത്തനബിനെ കൊന്നോന്ന് വിവരം കിട്ടിയപ്പോ പാഞ്ഞു വന്ന പെണ്ണുങ്ങള് അതിൽ ഇനി അപ്പറഞ്ഞ് ഇസ്ലാമിൽ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ അതിന് വല്ലതും ഉണ്ടോ? പറയും മനുഷ്യന്മാരെ, മുത്തനബിനെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയതും ഉണ്ടോ? എന്നിട്ട് പെണ്ണുങ്ങൾ വന്നോ, അതിനതപ്പോ തെളിവ്. പെണ്ണുങ്ങൾ യുദ്ധത്തിനൊക്കെ പോയി ഇങ്ങനെ കേട്ടാലും വല്ല താറൊക്കെ കിട്ടി, സഹാബിയത്തുകളൊക്കെ താറൊക്കെ കെട്ടി മറ്റേ ടാൻസി റാണി കുതിരപ്പുറത്തിരിക്കും പോലെ അപ്പുറത്ത് നബി ഇപ്പുറത്ത് ഇങ്ങനെ ആയിഷാ ബീബിയൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ കൈപ്പലക്കൂട്ടിനൊക്കെ കുറച്ച് എണ്ണിട്ട് ഇങ്ങനെ അബൂജാലിന്റെ മുന്നിൽ വന്നു ബല വെള്ളട്ട തോന്നുക. നിങ്ങൾക്ക് വല്ല സോക്കറുണ്ടെങ്കിൽ ഊളം പാറി പറ്റി ഗുളിക വാങ്ങി കുടിച്ചോടെ എങ്ങായിമാരെ നോണിയും പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്കൊക്കെ ഗുളികന്റെ കുറവാണ്, നേരത്തിന് ഗുളിക കൊടുക്കാത്ത കുഴപ്പങ്ങൾക്ക്. അത് നിങ്ങൾ വിചാരിക്കണ്ട, വിടൊന്നുമില്ല. ചെപ്പന്നെ നേരല്ലേ നമുക്ക്. ഒരാളും തുള്ളണ്ട, ഇവിടെ ആരും തുള്ളണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട സുന്നത്യമായിട്ടിൻ്റെ ഉലമാവിൻ്റെ മുന്നിൽ തുള്ളാൻ മാത്രം ഇവിടെ ആരും ഇല്ല. ആരും തുള്ളൊന്നും വേണ്ട. പിന്നെ നമ്മുടെ അവസരോചിതം മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ നേതാവിനെ വരെ ആക്ഷേപിച്ചിട്ട് മിണ്ടാതിരിക്കോ? വിദാത്ത് പ്രചരിപ്പിച്ച ആൾ എന്നവരെ പേര് കൊടുത്തു. കഴിഞ്ഞ 22-ാം തീയതി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരെപ്പറ്റി? സമസ്ത പറ്റി, പാണക്കാട് സംഘമാരെ പറ്റി. ഞങ്ങളത് കേൾക്കഴിഞ്ഞിട്ടല്ല, മിണ്ടാതിരിക്കണം. നിങ്ങൾക്ക് മറുപടി പറഞ്ഞ നേരല്ലപ്പം ഞങ്ങൾക്ക്. അതൊക്കെ പിന്നെ ഇനി സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ. ഒരുമിച്ച് ഒന്നിച്ച് പോകേണ്ട സമയമാണ്, സമുദായം ഒന്നിച്ച് പോകേണ്ടതാണ്. പക്ഷെ അതാണ് ഇപ്പം പറഞ്ഞത്, നമുക്ക് ഓരോന്നും നിയമങ്ങൾ പാലിക്കണം. അല്ലാതെ വന്നാൽ പ്രശ്നമാണ്. നിയമം പാലിച്ചിട്ടില്ലെങ്കിലോ? നിയമം പാലിച്ചില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഞങ്ങളെ പെണ്ണുങ്ങൾ അങ്ങനെ പറയരുത്. പെണ്ണ് തന്നെയാണ്, നിയമം നിയമം തന്നെയാണ്. ഞങ്ങളെ പെണ്ണുങ്ങളെയാണ് ഇറക്കണത്, അങ്ങനെ നിങ്ങൾ പറയരുത്. ഞങ്ങളെ എല്ലാവരും ബാധിക്കുന്ന വിഷയമാണ്. അപ്പം നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ കോളേജിൻ്റെ വാർഷികത്തിനാണ് നടത്താം. ഇത് നമ്മുടെ പൊതു കാര്യമാണ്. അപ്പം നിങ്ങളെ പെണ്ണുങ്ങളായിട്ട് ഇറക്കരുത്. അച്ചടക്കം തിരിക്കണം. രണ്ടാൾക്കും കൂടിയാണ് കിണർ കിട്ടിയത്. ഒരുത്തങ്ങൾ വെള്ളം മുക്കാൻ തീരുമാനിച്ചു. ഒരുത്തം പറഞ്ഞേ ഞാൻ പാക്കിട്ട് തൂറാണ്. കോമൺ സെൻസ് ഇല്ലാത്ത വർത്താനം. രണ്ടാൾക്കും കൂടി കിണർ ഒഴിച്ച് ഒരാൾ വെള്ളം മുക്കാൻ തീരുമാനിച്ചു, മറ്റവൻ പറയാ നല്ല പാക്കാൻ ഇട്ട്. ഏതായാലും അടുത്ത കാലത്തൊന്നും ഖിയാമത്ത് വരെ നിറയുന്ന പൊടി ഓടിക്കണ്ട, രാവിലെ അങ്ങനെ ഒഴിവാക്കാം, നടക്കൂല. അപ്പൊ മറ്റവന് പറയാൻ പറ്റുമോ? നമ്മളെ ഏരിയയിൽ അത് തോന്നിയത് നടക്കൂല, അത് പറ്റൂല, അത് പറയുന്നത്. ചിന്തിക്ക്, അന്ന് പറഞ്ഞതുള്ള നാട്ടിലില്ലെങ്കിൽ എന്താ വർത്താനം പറയുന്നത്? അപ്പൊ നമ്മളെ നിയമം പ്രതിസന്ധി വന്നാൽ അതിനനുസരിച്ച് ചെയ്യണം. പ്രതിസന്ധി അള്ളാഹു തആല വരാതിരിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തആല പരിഹരിച്ചു തരട്ടെ. അള്ളാഹു പരിഹരിച്ചു തരട്ടെ. അവരൊന്നും അവിടെ കുറ്റിയടിച്ചിട്ട് കെട്ടിട്ടില്ലല്ലോ. اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അധികാരം അല്ലാഹുവിൻ്റെതാണ്. അധികാരം നൽകേണ്ടത് അല്ലാഹുവാണ്. അവനാണ് നിയന്ത്രിക്കുന്നവൻ, അവനാണ്. അധികാരം അവന്റെ കയ്യിലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 3 കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ചില കാര്യങ്ങൾ എത്ര സമൃദ്ധിയിലാണെങ്കിലും നിന്നെ നശിപ്പിച്ചു കളയും. സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. 3 കാര്യം മനുഷ്യനെ നശിപ്പിക്കുകയും ചെയ്യും. ഏത് സുഭദ്രമായ, ഏത് സുരക്ഷിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും 3 കാര്യം അവരിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അവർ നശിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഏതാണ് 3 കാര്യം? ഒന്ന് ശുഹ്റുൻ മുതാഅ്, അതിൽ വിട്ട് ലുബ്ധത കാണിക്കുക. അപ്പോൾ പിന്നെ റബ്ബിന്റെ നോട്ടം ഉണ്ടാവില്ല.
കാത്തിരക്ഷിക്കട്ടെ. ഒരു ലുബ്ധത 10 ഉറുപ്പ്യ കൊടുക്കൂല, നല്ല കാര്യത്തിന് പൈസ കൊടുക്കൂല. 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഒന്ന് ശുഹ്റുൻ മുതാഅ്, അതിൽ വിട്ട ലുബ്ധതയുണ്ടാവുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ നൽകിയ ജനതക്കുള്ള പ്രത്യേകത എന്താ? ലുബ്ധതയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മടിയില്ല. ഇനി റബ്ബ് തരും എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടാകാനും പേടിയൊന്നുമില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വേലക്കാരനെ 400 ദിർഹം 400 വെള്ളി നാണയങ്ങൾ എടുത്തിട്ട് ഒരു കീസിൽ കെട്ടിയിട്ട് കൊടുത്ത്, ഇത് 400 ദിർഹം ഉണ്ട്, ഇത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയാ. ചെറിയ ആളല്ല കേട്ടോ, നിങ്ങൾക്കറിയില്ലേ? അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു കീസിൽ കെട്ടിയ 400 വെള്ളി നാണയം എന്നിട്ട് വേലക്കാരന്റെ കയ്യിൽ കൊടുത്തു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് അവർ ഭരിക്കുന്ന ഭരണകാലമാണ്. എന്നിട്ട് അബൂ ഉബൈദയുടെ അടുത്തേക്ക് പറഞ്ഞേച്ച്, ഇത് നീ അബൂ ഉബൈദയുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണം, അബൂ ഉബൈദ, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കാൻ, നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെയും ആവശ്യത്തിന് ചെലവഴിക്കാന്, നിങ്ങളുടെ ആവശ്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി ഖലീഫ തന്നയച്ചതാണെന്ന് നീ പറയുക. ഈ 400 ദിർഹമുള്ള ഈ കിഴിയും കൊടുക്കുക. എന്നിട്ട് നീ അവിടെ മുറ്റത്തും തൊടുവിലൊക്കെ ഒന്നിങ്ങനെ ചിരിച്ചും ചെഞ്ഞും എല്ലാം പണിയെടുത്തും സഹായിച്ചും സഹകരിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുക കുറച്ചു നേരം. എന്താണ് അബൂ ഉബൈദ കാണിക്കുന്നതെന്ന് നോക്കണം, എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറയണം. മനസ്സിലായില്ല? വിളവ് ഭയങ്കര രസകരമായ സംഭവമാണ്. ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ? 400 ദിർഹം എടുത്തിട്ട് എന്ത് ചെയ്ത് ഒരു കീഴിൽ കെട്ടിയിട്ട് വേലക്കാരന് കൊടുത്ത്, എന്നിട്ട് വേലക്കാരനോട് പറഞ്ഞ അബൂ ഉബൈദയുടെ വീട്ടിൽ പോവാ, എന്നിട്ട് കീ കൊടുക്കുക, എന്നിട്ട് പറയാ, ഇത് ആർക്കുള്ളതല്ല, ഇത് നിങ്ങളുടെ ആവശ്യത്തിനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഖലീഫ തന്നയച്ചതാണ് എന്ന് പറയുക. എന്നിട്ട് അതവിടെ ഏൽപ്പിച്ചിട്ട് ഈ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കുറച്ചേരം ഒന്നിങ്ങനെ നിൽക്കുക. അബൂ ഉബൈദ എന്താ ചെയ്യണമെന്നൊന്നിങ്ങനെ നോക്കുക. എന്നിട്ട് ഫഅല്ലിം നബി, അതെനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വേലക്കാരനെ പറഞ്ഞേച്ച്. വേലക്കാരൻ നേരെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വീട്ടിൽ 400 ഈ വെള്ളി നാണയമുള്ള കിഴി കൊണ്ടു കൊടുത്ത്. അപ്പോ കിഴി കിട്ടിയ ഉടനെ തന്നെ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഖലീഫ തന്നതാണെന്ന് പറഞ്ഞ് 400 വെള്ളി നാണയം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, റഹ്മല്ലാഹു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഭയങ്കര തൃപ്തിയായി, സന്തോഷമായി. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ എന്ത് വേലക്കാരനെ വിളിച്ച് അതിന് 7 വെള്ളി നാണയങ്ങൾ എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നാലിന്റെ പരയെ കൊടുക്കുകയാണ്. അവിടെ പോയി വന്നപ്പോൾ പിന്നെ ഒരു 5 വെള്ളി നാണയം എടുത്ത് അത് ഇന്നാലിന്റെ വരെ കൊടുക്കാറുണ്ട്. പിന്നെ അതിന് 4 വെള്ളി നാണയം എടുത്ത്, പിന്നെ ഒരു 10 എണ്ണം എടുത്ത്, പിന്നെ ഒരു 5 എണ്ണം എടുത്ത്, പിന്നെ 7 എണ്ണം എടുത്ത്, അവസാനത്തെ വെള്ളി നാണയവും കൊടുത്തു കഴിഞ്ഞിട്ട് അള്ളാഹിനോട്, പടച്ചോനെ അല്ലാ, നിനക്ക് വേണ്ടി ദാനം ചെയ്യാൻ ആലോചിച്ചിപ്പോൾ ഖലീഫനെ സഹായിച്ചല്ലോ, അൽഹംദുലില്ലാഹ്, ഖലീഫാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്ത് ചൊരിഞ്ഞു തന്നെ ദ്വാർന്ന്. മെല്ലെ വേലക്കാരൻ വന്ന് ഇതാണ് അബൂ ഉബൈദ ചെയ്തത് എന്ന് വന്ന് പറഞ്ഞ്, അപ്പോൾ അടുത്ത കീയും കൊണ്ടിരിക്കുകയാണ് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. ഇത് മുആദ് ബിൻ ജബലിന്റെ പേരെ കൊണ്ട് കൊടുക്കുകയാണ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയില്ലേ മുആദിനെ റളിയല്ലാഹു അൻഹു? നിങ്ങൾ കേട്ടോളൂ, ഇനി മറക്കരുത്. മുആദ് പോലെ ഒരാൾ വേറെ ആരാണ്? യഅതി അമാമൽ ഉലമാ യൗമൽ ഖിയാമ أعلم من أعلم أمتي بالحلال والحرام معاذ بن جبل إن محمد مصطفى أعلم أمتي بالحلال والحرام معاذ بن جبل. എന്റെ സമുദായത്തിൽ ഹലാലും ഹറാമും അറിയുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ മുആദ് ബിൻ ജബലാണെന്ന് മുഹമ്മദ് മുസ്തഫ. يأتي هذا معاذ يأتي يوم القيامة أمام العلماء. എന്റെ സമുദായത്തിലെ ആലിമീങ്ങൾ മഹ്ശറയിലേക്ക് വരുമ്പോൾ അവരെ മുന്നിലാണ് എന്റെ മുആദ് വരിക എന്ന് മുഹമ്മദ് മുസ്തഫ.
മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പെരയിലേക്ക് അടുത്ത 400 വെള്ളി നാണയങ്ങളുടെ കിഴിയും കൊണ്ട് വേലക്കാരി അവിടെ പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം. എന്താ മുആദ് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കിപ്പോര് എന്നറിഞ്ഞ കൊടുത്ത് അപ്പോൾ ബഹുമാനപ്പെട്ട മുആദിന് തൃപ്പടിയായി മുആദ് ഖലീഫക്ക് വേണ്ടി റഹ്മഹുല്ലാഹു അമീറുൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് വേലക്കാരനെ വിളിച്ച് ഒരു പിടി വാരി അവിടെ കൊടുക്കുന്നറിഞ്ഞ് ഒരു പിടി വാരി ഇവിടെ കൊടുക്കുന്നറിഞ്ഞ് കൊടുത്ത് തീരാൻ നേരത്ത് ഒരു സാധുവായ പെണ്ണകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. മുആദിന്റെ ഭാര്യയാണ്. അപ്പോൾ പറഞ്ഞേ, ബഹുമാനപ്പെട്ടവരെ, നമ്മളും മിസ്കീൻ തന്നെയാണ്, ഇന്നത്തെ റൊട്ടിക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മുആദിന്റെ കീസിൽ പിന്നെ ഉള്ളത് 2 ദിർഹമാണ്. അത് അകത്തേക്ക് കൊടുത്തു മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷേ അതും സദഖ ചെയ്യാൻ കഴിയാത്തൊരു വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുകയും ചെയ്ത് നേരെ തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ടവർ ഖലീഫയുടെ അടുത്തേക്ക് ആര് വേലക്കാരൻ എന്തേ ചെയ്തെന്ന് വെച്ച് മുആദ് ഇങ്ങനെ ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, മനസ്സിലായില്ല. അപ്പോൾ ഖലീഫ പറഞ്ഞു, ഹൗലാഇൽ മുഅ്മിനൂന ഹഖ്ഖാ, ഇതാണ് മുഅ്മിനീങ്ങള്, ഇവരാണ് മുഅ്മിനീങ്ങള്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. 1, അതിന് വിട്ട ലുബ്ധതയുണ്ടാവുക. ലുബ്ധതയുള്ളവർക്ക് റഹ്മത്തിന് മലക്കിറങ്ങൂല. ലുബ്ധത വന്നാൽ റഹ്മത്തിന് മലക്കിറങ്ങൂല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എപ്പോഴും മുക്കിക്കൊണ്ടിരിക്കുന്ന കിണലിൽ ഉറവുണ്ടാവും, പേടിക്കണ്ട. 3 കാര്യം മനുഷ്യനെ നശിപ്പിച്ചു കളയും. 1, അതിന് വിട്ട ലുബ്ധതയാണ്. രണ്ടാമത്തത് കേട്ടോ, രണ്ടാമത്തത് മനുഷ്യന്റെ ദേഹേച്ഛയാണ്, പിന്തുടർന്നു പോകുന്ന ദേഹേച്ഛയാണ്. തോന്നിയതുപോലെ ജീവിക്കുക. ഓരോരുത്തരും അവനവൻ സിസ്റ്റമായി അങ്ങനെ പോവന്നെ. എന്ന് മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ ഖുബ്ബയുടെ ചുവട്ടിൽ ഹവയെ പോലെ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വേറൊരു സാധനവുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മനുഷ്യനേറ്റവും ആരാധിച്ചത് ലാത്തക്കും ഉസ്സക്കും അല്ല, മനുഷ്യനേറ്റവും ആരാധിച്ചത് അവന്റെ ഹവക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടി പറയാ ഹദീസ്, കുട്ടികളൊക്കെ ഉള്ള സദസ്സല്ലേ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹദീസ് ഞാൻ ഒന്നും കൂടി പറയാ. മാ തഹ്ത ഖുബ്ബത്തിസ് സമാഇ ഇലാഹു യുഅബദു മിൻ ദൂനില്ലാഹി അഅളമ മിൻ ഹവൻ എന്ന് മുഹമ്മദ് മുസ്തഫ. മാ തഹ്ത ഖുബ്ബത്തിസ് സമാഇ ഇലാഹ്, ആകാശമാകുന്ന ഖുബ്ബയുടെ ചുവട്ടിൽ ഒരു ഇലാഹ് ഇല്ല. യുഅബദു, ആരാധിക്കപ്പെടുന്ന, മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹ് ഇല്ല. അഅളമ, വലിയതായിട്ട്, മിൻ ഹവ, എന്തിനേക്കാൾ, ഹവയേക്കാൾ. ഓരോരുത്തരും ആരാധിക്കുക എന്തിനാണ്? ഹവ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിച്ചത് ലാത്തക്കും ഉസ്സക്കും അല്ല, എന്തിനാണ്? ഹവ. അവനാണ് തോന്നിയ മകൻ പോകുന്നെ, പറഞ്ഞൊക്കെ പെടും, തോന്നിയതൊക്കെ പറയുന്നേ, തോന്നിയതൊക്കെ ചെയ്യുന്നേ, തോന്നിയ മകൻ പോവന്നെ, തോന്നിയ അങ്ങനെ ഒക്കെ തോന്നിയ മകൻ പോവാ. ഇന്ന് വയലാണ്, വയലിനൊന്നു നാളെ ഗാനമേളയാണ്, പിന്നെ പോയി. വയലിനൊന്നു നാളെയോ നാളെ അങ്ങനെ തന്നെ ഗാനമേളയാണ്. അവൻ വയലിന്റെ സ്വാഗതം വിളിച്ചു, സ്വാഗത സംഘം, അതിലവനെ കൂട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവന് കൂടും. പിറ്റേന്ന് ഗാനമേളന്റെ സ്വാഗത സംഘം, അതിന് കൂട്ടിയിട്ടില്ലെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും, മനസ്സിലായില്ല. അപ്പോൾ അവനുണ്ടാവും. പിറ്റേന്ന് പന്തലിന്റെ സ്വാഗതം, അതിന് പന്തലുണ്ടാവും. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. വയലിന് കോമ പ്രസിഡന്റും മാമു സെക്രട്ടറി ആയിരിക്കും, ഗാനമേളക്ക് മാമു പ്രസിഡന്റും കോമ സെക്രട്ടറി ആയിരിക്കും. അതേ കമ്മിറ്റിയാണെന്ന് നമ്മളോട് പറയുമ്പോൾ, നമ്മൾ ഏതെങ്കിലും നാട്ടിൽ വയൽ പറഞ്ഞു അതേ കമ്മിറ്റി അല്ലേ ഇവിടെ വയലും നടത്തിയ കമ്മിറ്റി തന്നെയല്ലേ ഗാനമേള നടത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും, ആ കമ്മിറ്റി അല്ല ഉസ്താദേ. ചെറിയ വ്യത്യാസമുണ്ട്. എന്തേ? വയലിന് കോമ പ്രസിഡന്റും മാമുവാണ് സെക്രട്ടറി, ഗാനമേളക്ക് മാമു പ്രസിഡന്റും കോമ സെക്രട്ടറിയാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. ഇതിനാണ് ഹവാ എന്ന് പറയുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുക ഹവക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന് ഭയങ്കര ചോർക്കുള്ള വർത്താനം പറഞ്ഞു.
എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ വാക്കിന്റെ ഒക്കെ പ്രൗഢ ഭംഗി! എന്തൊരു വർത്താനാണ് ആ പറയുന്നത്! എന്തൊരു വാക്കാണ്! അതിന്റെ ചുറുക്കെത്ര, അതിന്റെ ഭംഗി എത്ര! ما تحت قبة السماء إله يعبد من دون الله من هوى أعظم من هوى. തോന്നിയൊക്കെ ചെയ്യുന്നേ ഹവയുള്ള കാലത്തിൽ നശിച്ചു പോകും. ഹവ എല്ലാവർക്കും ഹവയായി അവനവന് തോന്നിയതിന്റെ പിന്നാലെ പോവുക. ഒരാളൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കൂല, ഒരാളിവ് പറഞ്ഞാൽ കേൾക്കുകയില്ല. മുത്തനബിയുടെ ദുആ ഓർക്കേണ്ടതാണ്. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ ലാ യുത്ബഉ ഫീഹിൽ അലീം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ലാ യുദ്രികുനി സമാൻ, ഒരു കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ലാ യുത്ബഉ ഫീഹിൽ അലീം, അന്ന് ആലിമീങ്ങൾ പറഞ്ഞാൽ പിന്തുടരപ്പെടുകയില്ല. അങ്ങനത്തെ കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.